ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. കറക്റ്റ് ഇതിൽ തന്നെ കപ്പിൽ അളന്നാണ് എടുത്തേക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ശകലം ഉപ്പ്, ഈ ഒരു കപ്പ് റവയ്ക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചൂടുള്ള വെള്ളം, ഒരു തണുപ്പ് മാറിയ ഒരു വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരിത്തിരി ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും പൂരിനേക്കാളൊക്കെ ഒന്നും കൂടി ഇച്ചിരി ലൂസായിട്ട്, റവ ആയതുകൊണ്ടാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം, ഒന്ന് കുഴച്ചതിന് ശേഷം. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒരിത്തിരി ലൂസുള്ള ഒരു ഡോ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇത് ഏകദേശം ഈ ഒരു രീതിയിൽ ഇത്തിരി ലൂസാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഒന്നും കൂടി കുഴച്ച് വെക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് നല്ലൊരു ടൈറ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ഒരു ശകലം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം, ഒന്നും കൂടി ഒന്ന് മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ ഇതിനെ 2 പാർട്സ് ആക്കിയിട്ടുണ്ട്. 2 ബോളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് പരത്തി എടുക്കുവാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടത്. ചപ്പാത്തി പലകയിൽ എവിടെയെങ്കിലും ഇട്ട് പരത്തിയെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഒന്ന് കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഇനി പരത്തിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. വേലങ്ങനെയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതേപോലെ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്തെടുക്കാൻ പറ്റും. എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കണമെങ്കിൽ ഓരോന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം അത്യാവശ്യം ചൂടായ ഒരു മീഡിയം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് താത്തി വെച്ചിട്ട് നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കേണ്ട, പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അതുപോലെ എണ്ണ ഭയങ്കര ചൂടായി പോകരുത് കേട്ടോ. ഒരു മീഡിയം ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് തിരിച്ചും മറിച്ച് വിടുക. ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരിയെടുക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കാം. ഈ മധുരം ഇല്ലാത്തവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ.